DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പത്തരയോടെ മാർച്ച് മാസത്തെ 2000 രൂപയുടെ ഗഡു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് മാസത്തെ 2000 രൂപയും ഏപ്രിൽ മാസത്തെ 2000 രൂപയും ഉൾപ്പെടെ ആകെ 4000 രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക. ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾ പ്രമാണിച്ചാണ് ഏപ്രിൽ മാസത്തെ തുക കൂടി മുൻകൂറായി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. നിലവിൽ മാർച്ച് മാസ പെൻഷനായ 2000 രൂപയാണ് ഭൂരിഭാഗം പേരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെ പെൻഷനായ 2000 രൂപ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ വീണ്ടും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പ്രത്യേകമായാണ് DBT സെല്ലിൽ നിന്നും പെൻഷൻ തുക അയക്കുന്നത്. ഏകദേശം 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായി 2100 കോടി രൂപയിലധികം ചിലവഴിച്ചാണ് ഈ പെൻഷൻ വിതരണം നടക്കുന്നത്. ഇതിൽ 26 ലക്ഷത്തിലധികം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് തുക ലഭിക്കുന്നത്. DBT സംവിധാനം വഴിയായതിനാൽ വരും മണിക്കൂറുകളിൽ ഘട്ടങ്ങളായി വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആവും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുകളിലേക്കുള്ള സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം നാളെ മുതലായിരിക്കും സജീവമാവുക. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്തുക. 200, 300, 500 എന്നിങ്ങനെയാണ് കേന്ദ്രവിഹിതം. എന്നാൽ 2 മാസത്തെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ 400, 600, 1000 എന്ന തുകകൾ കുറഞ്ഞായിരിക്കും കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നവർക്ക് ലഭിക്കുക. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴി ഈ തുക കേന്ദ്രവിഹിതം കൈപ്പറ്റുന്നവരുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ഈ തുക ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുക. ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ വിതരണത്തിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള സഹായം എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഈസ്റ്ററും വിഷുവും കണക്കിലെടുത്ത് ഏപ്രിൽ മാസത്തെ പെൻഷൻ മുൻകൂറായി നൽകുന്നതിനാൽ ഏപ്രിലിൽ ഇനി 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകില്ല. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് വലിയൊരു തുകയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 5 ഗഡുക്കളിലായി 1600 രൂപ വീതം ആകെ 8000 രൂപയോളം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് 27 മുതലാണ് ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുള്ളത്. ചിലർക്ക് 3 മാസത്തെ തുകയാണ് ക്രെഡിറ്റ് ആയത്. വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ളവർക്ക് 2 ഗഡു കൂടി എത്തുന്നതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കും തുക ലഭ്യമായി തുടങ്ങിയത് വലിയ ആശ്വാസമാണ്. പെൻഷൻ തുക നേരിട്ട് കൈകളിൽ ലഭിക്കുന്നവർക്ക് സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിക്കും. ഏപ്രിൽ 1, 2, 3 തീയതികളിൽ തുടർച്ചയായി ബാങ്ക് അവധി വരുന്നതിനാൽ പണം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ബാങ്കിലെത്തുകയോ ATM സംവിധാനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടതാണ്. തുക ലഭിച്ചോ എന്നറിയാൻ മിസ്ഡ് കോൾ ബാലൻസ് ചെക്കിംഗ് സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താം. അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റ് ആകുമ്പോൾ SMS ലഭിക്കാത്തവർ ബാങ്കിൽ നേരിട്ടോ ATM വഴിയോ ബാലൻസ് പരിശോധിക്കണം. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് തുക എത്തിച്ചേരുന്നതോടെ വിതരണ നടപടികൾ പൂർത്തിയാകും. ഏപ്രിൽ മാസത്തെ പെൻഷൻ മുൻകൂറായി ലഭിക്കുന്നത് വരാനിരിക്കുന്ന ആഘോഷവേളകളിൽ സാധാരണക്കാർക്ക് വലിയ കൈത്താങ്ങാകും. അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് കൂടി ഈ സന്തോഷകരമായ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.